കോടതി പറയട്ടെ, ഞങ്ങൾ തെറ്റുകാരാണെങ്കിൽ പറയട്ടെ, ഏത് ശിക്ഷ ഏറ്റുവാങ്ങിക്കാൻ തയ്യാറാണല്ലോ. അങ്ങനെ ഒരു തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ഏത് ശിക്ഷ ഏറ്റുവാങ്ങിക്കാൻ തയ്യാറാണ്. ഒരു FIR ഉണ്ടെന്നുള്ള വിവരം ഞാൻ അറിഞ്ഞിട്ടില്ല. നിയമപ്രകാരമോ അതല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലോ എനിക്കങ്ങനൊരു വിവരം കിട്ടിയിട്ടില്ല. ഇപ്പം നിങ്ങൾ പറയുകയാണ് അങ്ങനൊരു പ്രതി ചേർക്കൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യങ്ങളിലൊന്നും വ്യവസ്ഥാപിതമല്ലാത്ത ഒരു കാര്യവും ഞങ്ങൾ ചെയ്തിട്ടില്ല. അതെന്താ അതിൻ്റെ FIRൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ മറുപടി പറയേണ്ടടുത്ത് പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. ഇതാണിപ്പോൾ പ്രതികരിക്കാനുള്ളത്. പിന്നെ ഇപ്പോൾ ഒരു കാര്യം കൂടെ പറയാം. ഇന്നലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ വന്നിട്ടുണ്ട്, രാവിലെ മുതൽ വന്നുകൊണ്ടിരിക്കുന്നൊരു വാർത്ത. അത് മറ്റേ പമ്പയിൽ കൊണ്ടുപോയി അതിൻ്റെ സംഗതി കൊണ്ടുപോയല്ലോ, ശരിയാക്കാൻ അല്ലല്ല, അതൊക്കെ കഴിഞ്ഞല്ലോ. താഴിയക്കുടം കൊണ്ടുപോയി. അന്നത്തെ പ്രസിഡന്റ് ഞാനായിരുന്നു എന്നുള്ള രൂപത്തിൽ ഒരു മാധ്യമത്തിനകത്ത് നിരന്തരം വാർത്ത വന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ബന്ധപ്പെട്ടവരെ വിളിച്ച് പറഞ്ഞു, ഞാനല്ല അക്കാലത്ത്, അതെങ്കിലും ഒന്ന് നോക്കണം. ആചാരാനുഷ്ഠാനങ്ങളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി വളരെ വാശിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു മാധ്യമമാണ്. അവർ കൊടുക്കുന്നത് അതിൻ്റെ പടമല്ല. അവിടെ വാതിലത്തെ ആ മണിയുടെയൊക്കെ പടം കൊടുത്തുകൊണ്ടാണ് എന്നെ ആക്രമിക്കുന്നതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം ഞാൻ കുറേ കാലമായി പൊതുപ്രവർത്തനം നടത്തുന്ന ആളാണ്. ആ ആക്രമണമൊക്കെ ഒരുപാട് നേരിട്ടതുമാണ്. പക്ഷേ ഈ യഥാർത്ഥ കാര്യങ്ങളെ വിട്ട് മറ്റ് കാര്യങ്ങളിലേക്ക് പോകുന്നതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്നെനിക്ക് തോന്നുന്നു. ഈ പറഞ്ഞ കേസിനകത്ത് അന്നത്തെ ഭരണസമിതി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമപരമായി അക്കാര്യത്തെ നേരിടും. ഞങ്ങളുടെ ഭാഗത്തൊരു തെറ്റും ഉണ്ടായിട്ടില്ല. അന്നത്തെ തീരുമാനത്തിലുണ്ടല്ലോ, ഏതാ ചെമ്പ് പാളികൾ എന്നുള്ള ഒരു പരാമർശം ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിൽ തന്നെ വന്നതായിട്ട് രേഖകൾ പുറത്തു വന്നു. ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിൽ അങ്ങനൊരു ഇത് കാണില്ല. അതായത് ദേവസ്വം ബോർഡിന്റെ തീരുമാനം എന്റെ കൈപ്പടയിൽ എഴുതി വെച്ചിട്ടുള്ളതാണല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് വരട്ടെ, ആയിക്കോട്ടെ, അതാകട്ടെ. അപ്പൊ അവിടെ പറയേണ്ടടുത്ത് പറയാം. നിയമപരമായി നേരിടുമെന്നല്ല, കോടതി പറയട്ടെ, ഞങ്ങൾ തെറ്റുകാരാണെങ്കിൽ പറയട്ടെ, ഏത് ശിക്ഷ ഏറ്റുവാങ്ങിക്കാൻ തയ്യാറാണല്ലോ. അങ്ങനെ ഒരു തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ഏത് ശിക്ഷ ഏറ്റുവാങ്ങിക്കാൻ തയ്യാറാണ്.